ശിവലിംഗ പ്രതിഷ്ഠ തകർത്തതായി പരാതി. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് അക്രമം. സാമൂഹ്യവിരുദ്ധരാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ശിവലിംഗ പ്രതിഷ്ഠയും കൽവിളക്കുകളും നശിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉഴമലയ്ക്കൽ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം ഉഴമലയ്ക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ തകർത്തതായി കണ്ടെത്തിയത്. ശിവലിംഗ പ്രതിഷ്ഠയും കൽവിളക്കുകളുമാണ് തകർത്തിരിക്കുന്നത്. ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണോ ഈ അക്രമി സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? രോഹിണി, നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിൽ കുര്യാത്തിക്ക് സമീപത്താണ് ഈ മങ്ങാട്ടുപാറ സ്ഥിതി ചെയ്യുന്നത്. ആ മങ്ങാട്ടുപാറയിലെ ആയിരവല്ലി ഭഗവാൻ ക്ഷേത്രം, തമ്പുരാൻ ക്ഷേത്രമാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർത്തത്, സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. ആ ക്ഷേത്രത്തിലെ ശിവലിംഗം അവിടെ നിന്നും തകർത്ത് കളയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിളക്കടക്കം ഉണ്ടായിരുന്നു, കൽവിളക്കുകൾ, ആ കൽവിളക്കുകൾ അടക്കം തകർക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ നിൽക്കുന്നത് ക്ഷേത്രത്തിലാണ്. ഇതാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ നൂറ്റാണ്ടുകളായി ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആയിരവല്ലി ക്ഷേത്രം. ഈ ഒരു സങ്കല്പസ്ഥാനത്തിന് മുകളിലായിട്ടായിരുന്നു ശിവലിംഗം പ്രതിഷ്ഠിച്ചിരുന്നത്. ആ ശിവലിംഗമാണ് ഈ രാത്രിയുടെ മറവിൽ അക്രമി സംഘം തകർത്ത് കളഞ്ഞത്. തകർക്കുക മാത്രമല്ല, അതവിടെ നിന്ന് നശിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പൈതൃക ആരാധന സമ്പ്രദായത്തിലാണ്, അതായത് ഒരു ക്ഷേത്ര സമ്പ്രദായമല്ല, ഒരു പൈതൃക ആരാധന സമ്പ്രദായത്തിൽ ഒരു മലമുകളിൽ ഈ പ്രദേശവാസികളെല്ലാം അവരുടെ തമ്പുരാൻ സ്ഥാനം ശിവ സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്ന തമ്പുരാൻ, ആയിരവല്ലി തമ്പുരാൻ എന്ന സങ്കല്പസ്ഥാനത്തിൽ ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ്. കല്ലുകൾ കൊണ്ട് ചതുരാകൃതി നിർമ്മിക്കുകയും അതൊരു ശ്രീകോവിൽ സങ്കല്പമാക്കുകയും അതിനുള്ളിൽ ശിവലിംഗം പ്രതിഷ്ഠ ചെയ്ത് സമീപത്തായി ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉള്ള ഒരു ക്ഷേത്ര സങ്കല്പമായിരുന്നു ഇത്. ഒരു പ്രകൃതി ആരാധന എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു സങ്കല്പസ്ഥാനമായിരുന്നു. ആ സങ്കല്പസ്ഥാനമാണ് ഈ വിധം ഇപ്പോൾ നശിപ്പിച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രം തകർക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പ്രദേശവാസികളടക്കം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. തുടർന്നും വീണ്ടും 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഒരു മലമുകളിൽ, അതായത് കുര്യാത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മലമുകളിലേക്ക് കയറി വരണം ഈ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ആളുകൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രദേശത്ത് താമസിക്കുന്ന വിശ്വാസികൾക്കോ ഭക്തർക്കോ ഇത് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അറിയാതെ പോയതും. രാത്രിയുടെ മറവിലാണ് ഈ അക്രമി സംഘം ഇവിടേക്ക് എത്തുകയും ഇത് ക്ഷേത്രം തകർക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തത്. ക്ഷേത്രത്തിന്റെ കൽവിളക്കുകൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയാണ് കൽവിളക്ക്, 5 തട്ടുള്ള കൽവിളക്ക് ഇവിടെ സ്ഥിതി ചെയ്തതാണ്. ഈ കൽവിളക്കിന്റെ തട്ടുകളെല്ലാം എടുത്ത് ഉപേക്ഷിച്ച നിലയിൽ ഇപ്പോൾ പ്രദേശത്ത് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇളക്കി മാറ്റി, അതായത് ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. ഇതിൽ അക്രമത്തിൽ പ്രതിഷേധിച്ചാണെന്ന് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഹർത്താലും രേഖപ്പെടുത്തിയത്. നമ്മളോടൊപ്പം അനിൽകുമാർ എന്ന ചേട്ടൻ്റെ പേര്, ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ്. അനിലേട്ടനുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ സൂചിപ്പിച്ച പോലെ സാമൂഹ്യ വിരുദ്ധരാണെന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല. കാരണം ഇത് കാലങ്ങളായുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉള്ളൊരു അമ്പലമാണ്. ഇത് 100 കണക്കിന് പേരാണ് ഇവിടെ പൊങ്കാല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത് നശിപ്പിക്കുക എന്ന ലക്ഷ്യം ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് പോലുമില്ല. പക്ഷേ ഇത് ലക്ഷ്യം പാറ പൊട്ടിക്കുന്നതിനുള്ളൊരു കോറി മാഫിയ ഇതിനു വേണ്ടി കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പൊട്ടിക്കുന്നതിനുള്ള ശ്രമം നടന്നു. ഇത് പൊട്ടിക്കൽ മാത്രമല്ല, നമുക്കറിയാം തൊട്ടപ്പുറത്ത് ഏകദേശം 147 കോടി രൂപ മുടക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അവതരിച്ച ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൂടി തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു വലിയ പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെ ഒരു മുന്നോടിയാണിത്. അപ്പോൾ നമുക്കൊരിക്കലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ഈ ഉഴമലക്കൽ പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കുടിവെള്ളം മുട്ടിക്കുന്നതിന് തുല്യമാണ് ഈ അമ്പലം തകർത്തത്. അതിൻ്റെ ഒരു തുടക്കമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളൊക്കെ ഇനി എന്ത് സംഭവിച്ചാലും ശരി, ഈ അമ്പലം വീണ്ടും ഇവിടെ പുനർനിർമ്മിക്കും. അവർ എന്തൊക്കെ ശ്രമം നടത്തിയാലും അത് ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ആര്യനാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയാണെന്ന് മനസ്സിലാക്കുന്നത്. പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസിനെ മാത്രമല്ല, RDO അടക്കമുള്ളവർ ഇന്ന് പണത്തിന്റെ പുറകെയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു കാര്യവുമില്ലാതെ ഇവിടുത്തെ 1-2 പേർക്കെതിരെ കേസെടുക്കുന്ന നടപടിയാണ് RDO സ്വീകരിച്ചിരിക്കുന്നത്. അവരൊക്കെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെന്ന് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രോഹിണി, വലിയ പ്രതിഷേധമാണ്. നിരവധി ആളുകൾ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ചേട്ടാ, ഇത് കഴിഞ്ഞ ദിവസമാണല്ലേ നടന്നത്? വ്യാഴാഴ്ചയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാണ്? ഇത് ഇന്നലെ രാവിലെയാണ് നമ്മുടെ ശ്രദ്ധയിൽ ശരിക്കും പെടുന്നത്. എനിക്ക് പറയാനുള്ളത്, ഉഴമലയ്ക്കൽ ഒരു കർഷക ഗ്രാമമാണ്. ഈ മങ്ങാട്ടുപാറ എന്ന് പറയുന്നത് നമ്മുടെ പൈതൃക സ്വത്താണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയെല്ലാം സംരക്ഷിച്ചു നിൽക്കുന്നത് ഈ മങ്ങാട്ടുപാറയാണ്. പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ്.
എൻ്റെ ചെറിയ കാലം മുതലേ ഇവിടെ ഒരു ദേവസങ്കല്പം ഉണ്ടായിരുന്നു, ഒരു മങ്ങാട്ടുപാറ തമ്പുരാൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നു. ആ സങ്കല്പത്തിനെ ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞാനൊരു മുസ്ലിമാനാണ്. ഞാനിപ്പോൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ മലമുകളിൽ വന്നത്. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. എത്രയോ കാർത്തികകൾ ഞാനിവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇത് തകർത്തതിൻ്റെ പിന്നിൽ സാമൂഹ്യ ശക്തികളൊന്നുമല്ല. ഇതിനെ വർഷങ്ങൾ കൊണ്ട് ഈ പാറയെ പൊട്ടിക്കാൻ വേണ്ടി കണ്ണുവെച്ച പാറമാഫിയയുടെ ഒരു ഗുണ്ടാ പ്രവർത്തനമാണ്. ഇതൊന്ന് വഴിതെറ്റിപ്പോയാൽ ഈ സമൂഹത്തിൽ കലാപമായിരിക്കും ഉണ്ടാവുന്നത്. സമൂഹത്തിൽ കലാപം ഉണ്ടായിരുന്നാലും വർഗീയപരമായ ചോരക്കളി നടന്നിരുന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ മൂലധനം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു സ്വാർത്ഥ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാറ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ചില ജാരസന്ധികളും ഈ നാട്ടിലുണ്ട്. അവരെയും ഈ നാട്ടുകാർക്കറിയാം. ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി സ്ഥാപിക്കണം എന്ന് പറയുന്ന ചിന്ത ഉണ്ടായത് ശ്രീ ജി കാർത്തികേയന്റെ കാലഘട്ടത്തിലാണ്. പലവിധമായ കാരണങ്ങളിൽ നടന്നില്ല. നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആർ വി ബാബു, തിരുവനന്തപുരം ഉഴമലയ്ക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. ചില സാമൂഹ്യ വിരുദ്ധർ അവിടെ ഭക്തർ പൂജിച്ചിരുന്ന വളരെ കാലമായി അത്തരത്തിൽ പൂജാവിധികളൊക്കെ നടക്കുമായിരുന്ന ശിവലിംഗ പ്രതിഷ്ഠയാണ് തച്ചു തകർത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, അവിടെ നിന്നും ആ ശിവലിംഗ പ്രതിഷ്ഠ കാണാതായിരിക്കുകയാണ്. വളരെ ബോധപൂർവമായുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് അവിടെ ഉഴമലയ്ക്കൽ പഞ്ചായത്തിൽ ഹർത്താലും ആചരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഹിന്ദു ക്ഷേത്രങ്ങളോട് പൊതുവെ കാണിക്കുന്ന ഒരു അസഹിഷ്ണുത, അത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഇപ്പോഴത്തെ ഈ സംഭവത്തില് ഏതെങ്കിലും തരത്തിലുള്ള മാഫിയ സംഘങ്ങളോ അതല്ലെങ്കിൽ സാമൂഹ്യദ്രോഹികളോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ചുരുക്കിക്കെട്ടേണ്ടതില്ല. അതിന്റെ കാരണം ഞാൻ പറയാൻ കാരണം, ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ഒരു വ്യാപകമായ തോതിലുള്ള പ്രചരണം, ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരം ഒരു പ്രവർത്തനത്തെ കാണാനായിട്ട്. തികച്ചും ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവം, ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറയാൻ നിർത്തിയില്ല. കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ ക്ഷേത്ര ധ്വംസനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ സംഭവം നമ്മൾ എല്ലാവർക്കും ഇപ്പൊ ഇതിനകം തന്നെ വാർത്തകൾ പുറത്തു വന്നത് നമ്മൾ അറിയാം. അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു ക്ഷേത്രം, വിഗ്രഹം എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. വിഗ്രഹം എവിടെയാണെന്ന് അറിയില്ല. ഇത് മറ്റൊരു ആരാധനാലയത്തിന് നേരെയാണ് നടക്കുന്നത് എങ്കിൽ നമ്മുടെ കേരളത്തില് ഇതിനകം തന്നെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായിട്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കം വലിയ തോതിൽ രംഗത്ത് വരും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ സംസ്ഥാനതല നേതാക്കന്മാർ തന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരും. പക്ഷേ ഒരു ഹിന്ദു ആരാധനാലയമായതുകൊണ്ടാവണം അതൊന്നും ഇവരുടെ ശ്രദ്ധയിൽ പെടുന്നേയില്ല. അപ്പോ ഇത് ഹിന്ദുക്കളോട് മാത്രമുള്ള ഒരു ആക്രമണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. ഹിന്ദുക്കളുടെ മെക്കെട്ട് കയറുക എന്നുള്ളത് ഒരു ഫാഷനായിട്ട് കേരളത്തിൽ മാറുകയാണ്. ഇതിനെ അങ്ങേയറ്റം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തക ഇതിനും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധമായിട്ട് തന്നെ ഉയർത്തും. ആ ക്ഷേത്രം അവിടെ പുനർനിർമ്മിക്കുക എന്നുള്ളത് സർക്കാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ തയ്യാറാവണം. ഇത്തരം ഒരു കാര്യം നടന്നതിന് സർക്കാർ ഉത്തരവാദിയാണ്, ഭരണ സംവിധാനം ഇക്കാര്യത്തിൽ ഉത്തരവാദിയാണ്. ഇത് ആരാ തകർത്തേന്നുള്ളത് വെച്ചാൽ അവരെ പിടിക്കാനുള്ള ചുമതല സർക്കാരിനുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. നമ്മുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് ആയിരവല്ലി ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്, ഇപ്പോൾ പ്രതികരണം തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോറി മാഫിയയ്ക്ക് സഹായമായിട്ട് നിന്നുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ അരങ്ങേറാൻ ഉണ്ടായതെന്നാണ് പറയാൻ.
രോഹിണി, അത് തന്നെയാണ്, കോറി മാഫിയ ആണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതായത് ഈ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറെടുത്തിരിക്കുന്ന ഒരു കോറി ഉടമയുണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് ചെയ്തതെന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കാരണം അതുമാത്രമല്ല, ഇത്തരത്തിൽ നടപടികളിലൂടെ ഈ ഈ അതായത് ക്ഷേത്രം തകർക്കുന്നതിലൂടെ പ്രദേശത്തൊരു സംഘർഷം സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടത്തി എന്നും ഇവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം അതൊരു ഹിന്ദു മുസ്ലിം ഒരു തർക്കത്തിലേക്ക് ചെല്ലുന്ന രീതിയിലുള്ള ശ്രമങ്ങളും ഈ ക്ഷേത്രം തകർക്കുന്നതിലൂടെ ഉണ്ടായി എന്നും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച് പറഞ്ഞു. ചേട്ടാ, എങ്ങനെയാണിത് ഈ വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നത്? ഈ ക്ഷേത്രം 1-2 തവണ അല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വന്നതിൽ നിന്ന് മനസ്സിലായത്. നിരവധി തവണ തകർക്കുന്നു, പോലീസിന്റെ ഭാഗത്തും നടപടി ഉണ്ടാവില്ല. എങ്ങനെയാണ് നിങ്ങളൊരു പ്രതികരണം? പോലീസിന്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പം തകർക്കുന്നത്. നമ്മുടെ അതായത് പൂർവികരുടെ കാലം തൊട്ട് നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. എനിക്കിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലം വരെ കാർത്തിക നാളുകളിൽ ഇവിടെ വന്ന് വിളക്ക് കത്തിക്കുകയും ആരാധിക്കുകയും പൊങ്കാലയിടുകയും ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം ഈ കോറി മാഫിയയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇതിനെ തകർക്കുക എന്ന് ഈ ഉഴമലക്കൽ പഞ്ചായത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഹർത്താൽ പ്രതിഫലിച്ചത്. കാര്യം ഒന്നടങ്കം ഉഴമലക്കൽ പഞ്ചായത്ത് ഒന്നാകെ അടച്ചിട്ടുകൊണ്ട് നമ്മളോട് സഹകരിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇവിടെ നമ്മൾ പുതിയൊരു ക്ഷേത്രം പണിയുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് പറയുവാനുള്ളത്. അത് തന്നെയാണ് രോഹിണി, ഇത് ശക്തമായൊരു പ്രതിഷേധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് ഇതൊരു പുനർനിർമ്മിക്കണമെന്നടക്കമുള്ള ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലുടനീളം ഇന്ന് ഹർത്താലാണ്. ഹർത്താൽ ആചരിച്ചുകൊണ്ട് ഇതിനെതിരെ പൊതുജനങ്ങളും സഹകരിക്കുന്നുണ്ടെന്നാണ് ഈ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഹർത്താൽ ആചരിച്ചുകൊണ്ട് ഈ കോറി മാഫിയകളും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധർ അവർക്കെതിരെയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമാക്കണമെന്നൊരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം ഈ പ്രദേശത്ത് ഉടനീളമുണ്ട്. ഇത്തരത്തിലൊരു സങ്കല്പസ്ഥാനം ക്ഷേത്രം പൊളിച്ചുകൊണ്ടുള്ള ഈ നടപടി അത് ജനങ്ങളെ തമ്മിൽ ഇവിടെ താമസിക്കുന്ന ഗ്രാമവാസികളെ തമ്മിൽ കൂട്ടിത്തല്ലിക്കുവാൻ അല്ലെങ്കിൽ കൂട്ടത്തല്ലുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങളും ഈ ക്ഷേത്രം പൊളിക്കുന്നതോടെ ഉണ്ടായി എന്നും ആണ് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ വേണം, കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. വരും ദിവസങ്ങളിലും ഇവർ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിൽക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്നും പറയുന്നു. ശരി പ്രശാന്ത്. ശിവലിംഗ പ്രതിഷ്ഠ തകർത്തതായി പരാതി. തിരുവനന്തപുരം ഉഴമലക്കൽ മങ്ങാട്ടുപാറയിൽ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് അക്രമം. സാമൂഹ്യ വിരുദ്ധരാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ശിവലിംഗ പ്രതിഷ്ഠയും കൽവിളക്കുകളും നശിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.